ഒരു പാരസെറ്റമോളിന്റെ ബലത്തില് കണ്ണൊക്കെ എഴുതി പൊട്ട് വെച്ച് സാരി ഉടുത്ത് ജിംകി ഇട്ട് എങ്ങോട്ടാണെന്ന് അറിയാമോ? ഞാൻ പഠിച്ച കോളേജിലെ ഈ വർഷത്തെ കോൺവൊക്കേഷൻ ഫംഗ്ഷനിലെ അലൂമിനി റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഞാൻ ഇന്ന് പോയത്. ഈ സൂര്യപ്രകാശം മുഖത്തടിക്കുന്ന കണ്ടാ പറയോ കാൽപോളിന്റെ ബലത്തിൽ നിൽക്കുകയാണെന്ന്. ഞാൻ പഠിച്ച കോളേജിലെ ഫസ്റ്റ് ബാച്ചിലെ ഒരു പാസ് ഔട്ടാണ് ഞാൻ. അതുകൊണ്ടാണ് എന്നെ ഈ ഫംഗ്ഷൻ അവർ വിളിച്ചത് കേട്ടോ. എന്തായാലും ഫംഗ്ഷൻ സൂപ്പർ ആയിരുന്നു. അത് കഴിഞ്ഞ് കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടിയത് ഈ കോളേജ് വെച്ചിട്ടാണ് കേട്ടോ. ഇതായിരുന്നു ഞാൻ പഠിച്ച ക്ലാസ് റൂം. ഇവിടെ നിന്നാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഊണ് കഴിച്ച് ഈ ഇടനാഴിയുടെ അങ്ങ് അറ്റത്ത് നിന്ന് പുള്ളി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അന്നത്തെ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുമായിരുന്നു. പുള്ളി വേറെ ക്ലാസ്സിലായിരുന്നേ. അന്ന് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ശരിക്കും കോളേജ് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്നാ പിന്നെ ജീവിതയാത്രയും ഒരുമിച്ചായാലോ എന്ന്. ഇപ്പോഴും ചില കൂട്ടുകാരൊക്കെ ചോദിക്കും എന്തിനാ അന്ന് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് കള്ളം പറഞ്ഞതെന്ന്. ഈ 40-ാമത്തെ വയസ്സിൽ 2 പിള്ളേരും ഒക്കെ ആയിട്ട് കള്ളം പറയേണ്ട കാര്യമുണ്ടോ? ശരിക്കും അന്ന് നല്ല സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് തോന്നാറുണ്ട് നല്ല സുഹൃത്തുക്കളായിരുന്നവർക്കേ നല്ല പാർട്ട്നേഴ്സ് ആവാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഈ എൻട്രൻസിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഞങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തിയത്. 19-ാമത്തെ വയസ്സിൽ റാൻഡം ആയിട്ട് ഇങ്ങനെ പരിചയപ്പെടുന്ന ഒരാള് നമ്മുടെ ജീവിതത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ആവുമെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും വിചാരിക്കുമോ? പക്ഷെ ദൈവം അങ്ങനെ ചിലരെ കൊണ്ടുവരും. നമ്മുടെ സേഫ് സ്പേസ് ആയിട്ട്, നമ്മുടെ ഗ്രീൻ സോൺ ആയിട്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ടാറ്റ ബൈ, ടേക്ക് കെയർ.